ഞങ്ങൾ യാത്രയുടെ 17th ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം റൊമാനിയൻ പാർലമെന്റ് ആണ്. റൊമാനിയൻ ക്യാപിറ്റലായ ബുക്കാറസ്റ്റിലാണ് നമ്മുടെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാർലമെന്റിനെ കുറിച്ച് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ പാർലമെന്റ് പ്രത്യേകതയുണ്ട്, അത് നമ്മുടെ സാവിച്ചായം പറയും. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാർലമെന്റ് ആണ്. ഏകദേശം 84 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. 3,65,000 മീറ്റർ സ്ക്വയർ ഫ്ലോർ ഏരിയ ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് എത്ര ഷോച്ചാ? 5 മില്യൺ, അറൗണ്ട് 5 മില്യൺ ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ റൊമേനിയയിൽ നിന്ന് ബൾഗേറിയയ്ക്ക് പോകുന്ന വഴി, ബൾഗേറിയയുടെ ബോർഡറാണിത്. ഇച്ചിരി മാറി അങ്ങ് നിൽക്കുന്ന വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടാക്സ് എടുക്കാനായിട്ട് സാവ് പോയിരിക്കുകയാണ്. എടുത്തുകൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, അത് 5 പൗണ്ട് അല്ലെങ്കിൽ 10 പൗണ്ടിൻ്റെ കാര്യം വരുന്നുള്ളൂ. ഞങ്ങളിപ്പം റൊമാനിയ പാസ് ചെയ്ത് ബൾഗേറിയയുടെ ബോർഡർ കിടക്കുകയാണ്. ഇവിടുന്ന് ബൾഗേറിയയുടെ റോഡ് ടാക്സ് എടുത്തു. ഇനി പാസ്പോർട്ടും വണ്ടിയുടെ പേപ്പർ ഇവിടെ കാണിച്ചാൽ മതി. റൊമാനിയയിലെ ചെക്കിങ് കഴിഞ്ഞ് ബൾഗേറിയയ്ക്ക് കയറുമ്പോൾ ഉണ്ടായ ട്രാഫിക് കഴിഞ്ഞ് അല്പം വന്നപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ബ്രിഡ്ജ് വീണ്ടും ബ്ലോക്ക്. അവിടെ എന്താ കാരണം അറിയാൻ ഏതായാലും ഞങ്ങളൊരു വലിയ ബ്രിഡ്ജിൻ്റെ മുകളിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു അരമണിക്കൂറായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ചുറ്റുമുള്ള സ്ഥലം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും പുറകിൽ വണ്ടി എല്ലാം ക്യൂ ആണ്. ബോർഡറിലെ ട്രാഫിക് ബ്ലോക്കും അവിടുത്തെ തടസ്സങ്ങൾ മൂലം വണ്ടി സമയം ഒട്ടും വേസ്റ്റാക്കാതെ 2 പേര് പുറകെ ഇരുന്ന് 2 പേരിലായിരുന്നു 4 പേരും കളിക്കുകയാണ്. നിർത്തിയിട്ട വണ്ടികളിൽ ഞങ്ങൾ 4 പേരും ചീട്ട് കളിക്കുകയാണ് തോന്നുന്നു. ഏകദേശം അവിടെ ഒരു വണ്ടി 3 കാർ എന്തോ ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു ഈ ട്രാഫിക്. ഏതാണ്ട് 3 hours അങ്ങോട്ട് സ്റ്റക്കായി പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പതുക്കെ വണ്ടി ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. യെസ്, ഇനി നമുക്ക് ബൾഗേറിയയിലെ ചെറിയ ബോർഡറും കൂടെ പാസ് ചെയ്യണം. അപ്പോൾ അത് അവിടെ വലിയ കുഴപ്പമില്ലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബൾഗേറിയയിൽ കയറിയ ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ചെറിയ ലോക്കൽ വില്ലേജിൽ വണ്ടി നിർത്തി. അവിടുന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ചെറിയ നമ്മുടെ നാട്ടിലെ ചായക്കട പോലെ സംഭവമായിരുന്നു. ഇവിടെ വലിയ ഹോട്ടലുകളൊന്നും കണ്ടില്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ള വഴികളുടെ സൈഡിൽ ചിലപ്പോൾ അത്രേ ഉണ്ടാവുകയുള്ളൂ, നമുക്കറിയില്ല. ഭയങ്കരമായിട്ട് പോലീസ് എല്ലായിടത്തും പോലീസ് കിടപ്പുണ്ട്. സ്പീഡ് ചെക്ക് ചെയ്യാനും മറ്റ് ക്രൈമിനൊക്കെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ആയിരിക്കാം. അതുകൊണ്ട് പോലീസ് എല്ലായിടത്തും പറ്റി 10 കിലോമീറ്ററിനുള്ളിൽ ഒരു പോലീസ്, ഒരു വണ്ടി, 1 അല്ലെങ്കിൽ 2 വണ്ടി ഒന്നിച്ച് പോലീസുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അത് നമുക്ക് അവരൊക്കെ നല്ല രീതിയിൽ കൂടെ എല്ലാവരും നല്ല, അതുപോലെ തന്നെ ആൾക്കാർക്ക് നല്ല മനുഷ്യരാണ്. അപ്പോൾ ഇന്ന് അത്താഴത്തിനായിട്ട് ഞങ്ങളിവിടെ റൂം എടുത്തു. ഞങ്ങൾ ഏതായാലും കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കുക്ക് ചെയ്യാനായിട്ട് മീൻ കറിക്കുള്ള മീൻ റെഡി ആയിരിക്കുന്നു. നമ്മുടെ എല്ലാം ഉള്ളി മസാല റെഡിയായി, ചോറ് റെഡിയായി ഓൾറെഡി. മുട്ട പൊരിക്കാനായിട്ട് മുട്ട ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ മീൻ കറി വയ്ക്കാനായിട്ടുള്ള പുളി വെള്ളത്തിലിട്ടു. മീൻ മസാല എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്നെങ്ങനെയാണ് നമ്മുടെ അത്താഴം, എങ്ങനെയാണ് അന്നത്തെ ഡിന്നർ? നമ്മളെല്ലാം അവിടെ റെഡിയാക്കി. വൈകിട്ടത്തെ അത്താഴത്തിനുള്ള മീൻകറിയും മീൻകറിയും മുട്ട പൊരിച്ചതും മീൻ അച്ചാറും ഒക്കെ ഉണ്ട്, നാരങ്ങച്ചാറും ഉണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, എല്ലാം റെഡിയാണ്. നിങ്ങളെല്ലാം അതിന് ഹാപ്പിയാണോ? മതിയോ? ഓക്കെ ഓക്കെ. അപ്പം ടാക്സി കൊടുക്കാനാണ് ഇവിടുത്തെ ലോക്കൽ പൈസ എന്നാ ഞങ്ങളുടെ ലവ ഞങ്ങളുടെ ഇല്ലാത്ത കാരണം ഉള്ള തവയിൽ ഞങ്ങൾ ചോറുണ്ടാക്കുകയാണ്. ഉള്ള മീൻകറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുക അത് കാരണം. ഓക്കെ, അപ്പം
അപ്പോൾ നമുക്ക് ഉള്ളത് തന്നെ ഓണം വരുന്ന ആഘോഷിക്കാം അല്ലേ? അത് കുഴപ്പമില്ല. പക്ഷെ നീ കടത്താണെന്ന് അമ്പാടിയാണല്ലേ? ഞാൻ കടത്താട് അമ്പാടിയൊന്നും ആകിയല്ല. ഞാൻ പാവപ്പെട്ട പെരുന്തലംകാരനാണ്. ഞാൻ മേലാടൻകാരനല്ല, ഞാൻ പെരുന്തലംകാരനാണ്. എൻ്റെ ജീൻ ആയിരിക്കാം. പക്ഷേ ഒരു കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് നമ്മുടെ ആവശ്യം. അപ്പം ഞങ്ങൾ ഇന്ന് സുഭിക്ഷമായ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night. Thank you. See you tomorrow. Bye.